അതീവ ദുഷ്കരവും അതിസാഹസികവുമായ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോഴും നമ്മുടെ മുന്നിലുള്ള വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളതാണ്. കാരണം ശക്തമായ മഴ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന നൗകാസ്റ്റ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ, അതായത് 12 മണിക്ക് പുറത്തിറക്കിയിരിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിൽ 12 മണിക്ക് പുറത്തിറങ്ങിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ കാറ്റിനും മഴയ്ക്കുമൊക്കെയുള്ള സാധ്യത അത് ചൂരൽമലയിലും അതുപോലെ തന്നെ അട്ടമലയിലും ഒന്നും ആകരുതേ എന്ന് നമുക്ക് കരുതാം. കാരണം രക്ഷാദൗത്യം വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ്, വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇത്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിന് തടസ്സമാകുന്ന ഒരു തരത്തിലുള്ള പ്രതികൂലമായ കാലാവസ്ഥയും ഉണ്ടാകരുത്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ കാലാവസ്ഥയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ രീതിയിൽ ഈ രക്ഷാദൗത്യത്തെ ബാധിക്കും. കാരണം ഇപ്പോൾ തന്നെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന പ്രദേശമാണ്. ആ മണ്ണിനടിയിൽ ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അവിടെ കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്, മരങ്ങൾ മുറിഞ്ഞു വീണതുണ്ട്. അങ്ങനെ ആകെ വ്യക്തതയില്ലാത്തൊരു ചിത്രമാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. അവിടെ ഇനി മഴ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അട്ടമലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദൗത്യസംഘം, ഒരു പ്രത്യേക ദൗത്യസംഘം തന്നെ അട്ടമലയിലേക്ക് പോവുകയാണ്. അട്ടമല നിവാസികളെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അട്ടമലയിൽ പ്രധാനമായും ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് കൂടുതലായി കുടുങ്ങിക്കിടക്കുന്നത്. അട്ടമല പ്രദേശത്ത് വലിയ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ സുരക്ഷിതരായിരിക്കുന്നവർ, അടിയന്തരമായി ചികിത്സ ആവശ്യമായ ആളുകൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ, അവരെ വളരെ വേഗം ഈ ചൂരൽമലയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദൗത്യസംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബെയിലി ബ്രിഡ്ജുകൾ, അതായത് ഈ പോർട്ടബിൾ പാലങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ യന്ത്ര സാമഗ്രികൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ രക്ഷാദൗത്യം കുറച്ചുകൂടി അനായാസം നടത്താൻ കഴിയും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രതീക്ഷ. അതിനിടയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ സമയമോ സാഹചര്യമോ ഒന്നും നോക്കാതെ ഈ കഠിനമായ, വളരെ മോശമായ ഈ കാലാവസ്ഥയിൽ ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു ടെറേനിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ഈ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ പൊളിക്കാനും അതുപോലെ മണ്ണിനടിയിൽ ഇപ്പോൾ മൃതശരീരങ്ങളാണെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെടുക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന ഒരു ചെറിയ പരാതി ആ മേഖലയിൽ നിന്ന് നേരത്തെ ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായിട്ട് സൈന്യം നടത്തുന്ന രക്ഷാദൗത്യത്തിൽ ഒരുപക്ഷെ ഇത്തരം ഉപകരണങ്ങളൊക്കെ ആ സഹായത്തിനായിട്ടുണ്ടാകും. നാട്ടുകാരോടും സന്നദ്ധ സംഘടനകളും നടത്തുന്ന രക്ഷാദൗത്യത്തിന് വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന ഒരു പരാതി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും ആ പ്രശ്നമൊക്കെ ഈ ബെയിലി ബ്രിഡ്ജുകൾ അല്ലെങ്കിൽ താൽക്കാലികമായി ഉയർത്തുന്ന ഈ പാലം വരുന്നതോടുകൂടി, ആ കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതോടുകൂടി അത്തരം വിമർശനങ്ങൾ, അത്തരം പരാതികളൊക്കെ തന്നെ ഒഴിവാകുമെന്ന് കരുതാം. മരണസംഖ്യ എന്നത് 172 കടന്നിരിക്കുന്നു. മാത്രമല്ല ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുണ്ട്. ശരീര അവശിഷ്ടങ്ങൾ മാത്രമായി കിട്ടിയിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിസ്സിംഗ് കേസുകൾ എന്നത് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 98 ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നവരാണോ അതല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരാണോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ആവലാതിയിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ ധാരാളമുണ്ട് വയനാട്ടിനകത്തും പുറത്തും. ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വയനാട്ടിലെ ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പ്രധാനമായി പറഞ്ഞൊരു കാര്യം, വയനാട് എന്നത് കുടിയേറ്റക്കാർ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിന് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ, സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളെയും വൈകാരികമായി ഈ വയനാട്ടിലെ ദുരന്തം ബാധിക്കും. അത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ഇതിനോട് ഒന്നിച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, വയനാട്ടിൽ അങ്ങനെ പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുന്ന ഇടം കൂടിയാണ് വയനാട്. അതുകൊണ്ട് വയനാട്ടിൽ ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിൻ്റെ എല്ലായിടങ്ങളിലും ആശങ്ക പരത്തുന്ന ഒന്നായി മാറും. ഇപ്പോൾ ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം കാലാവസ്ഥ അനുകൂലമായിരിക്കുമോ എന്നുള്ളതാണ്. കാലാവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ പുഴയിലെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ശക്തമായ മഴ അവിടെ ഇല്ല. ചാറ്റൽ മഴയായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. ഇതുപോലെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം വയനാട്ടിൽ തുടരുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ വേഗം തന്നെ ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അത്രയധികം ആളുകൾ അവിടെ ഈ സൈന്യത്തിന് പുറമെ, സേനാ വിഭാഗങ്ങൾക്ക് പുറമെ, സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെ അതിസാഹസികമായി ഈ രക്ഷാദൗത്യത്തിൽ കൈമൈ മറന്ന് അവർ ഇതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കടകരമാണ് ഈ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളുമൊക്കെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി അവർ
അതിസാഹസികമായി അവർ കരയിലേക്ക് എത്തുമ്പോൾ അത് വേദന നിറഞ്ഞ ദൃശ്യങ്ങളായി നമുക്ക് ആശ്വാസവും ഒരേ സമയം തന്നെ വേദനയും നിറഞ്ഞ ദൃശ്യങ്ങളായി മാറുന്നുണ്ട്. മാത്രമല്ല ഉറ്റവരെ കാണാതെ എന്ത് സംഭവിച്ചു എന്ന് ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെക്കുറിച്ചൊരു വിവരവുമില്ലാതെ ആശുപത്രികൾ തോറും കയറി ഇപ്പോഴവിടെ മഴ പെയ്യുന്നതായിട്ട് അറിയുന്നു. SKN സുർജിത്ത് അയ്യപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഇടവിട്ട മഴ ഈ 3 മണിക്കൂറിനുള്ളിൽ വയനാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഏത് മേഖലയിലാണ് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? ചൂരൽമലയിലാണോ? ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരുപോലെ മഴ കനത്ത് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. ഒരു കുഞ്ഞു കുട്ടിയുടെ മൃതദേഹമാണ് എനിക്ക് മുന്നിലൂടെ ഇങ്ങനെ പോയി നടന്നിരുന്നു. ജില്ലാ ആശുപത്രിയിലും ടോട്ടലാണ് 100 മൃതദേഹങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പരമാവധി എത്രയും വേഗത്തിൽ, അതായത് നമുക്ക് ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബെയിലി പാലം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വ്യക്തമായിരുന്നു. പക്ഷേ അത് ഇന്ന് പൂർത്തിയാകാൻ സാധ്യതയില്ല, നാളേക്ക് നീളും. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയും ഇതിന്റെ ഈ വേഗത്തിനെ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത്തെ ബാധിക്കുന്നുണ്ട്. ഉച്ചവരെ സുർജിത്ത്, താങ്കൾ പറയൂ. സുർജിത്ത്, സുർജിത്ത് കോള് കട്ടായി പോയെന്ന് സംശയമുണ്ട്. കാരണം മഴയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു, തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലായി. മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ ആളുകൾക്ക് എത്താൻ എളുപ്പത്തിൽ കഴിഞ്ഞു. അവിടെ സജീവമായ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മഴ കനത്ത് പെയ്തത്. പിന്നീട് ഇപ്പോൾ മഴപ്പെയ്ത്തിന്റെ ആക്കം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പെട്ടെന്നാണ് മഴ ശക്തമായത്. ഉച്ചവരെ വളരെ സുഗമമായ അന്തരീക്ഷം, സ്വസ്ഥമായ കൃത്യമായ രീതിയിൽ ഇവിടേക്ക് കയറാനും പോകാനും ഒക്കെ കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴപ്പെയ്ത്ത് വളരെ സജീവമായ രീതിയിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തന നടപടികൾ മഴപ്പെയ്ത്തിലും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലെ വേഗം അതിനെ ഈ മഴപ്പെയ്ത്ത് സാരമായി ബാധിക്കും എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ബെയിലി പാലം തയ്യാറാക്കാനുള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചൂരൽമല പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പാലം നിർമ്മിച്ച അതേ പ്രദേശത്ത് തന്നെയാണ് സൈന്യം ഈ പാലം നിർമ്മിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ ഈ കൂടുതൽ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും, യന്ത്രസഹായത്താൽ തെരച്ചിൽ നടത്താൻ കഴിയും. ആരൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. ചില പ്രതീക്ഷകളുടെ നാമ്പുകൾ എന്നപോലെ ഒരു കുട്ടിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ദൃശ്യവും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പ്രതീക്ഷ പകരുന്ന ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി കടന്നു പോകുന്നു മുന്നിലൂടെ എന്നുള്ളതും നടുക്കമുണ്ടാകുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. മാത്രമല്ല ഈ മേഖലയിൽ സൈന്യം മാത്രമല്ല മറ്റ് വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും വളരെ സജീവമായ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തന നടപടിയിൽ ഇടപെടുന്നുണ്ട്. അട്ടമല മേഖലയിലാണ് ഇന്നലെ ഒരു തരത്തിലും പോകാൻ കഴിയാത്ത പ്രദേശം അട്ടമല മേഖലയായിരുന്നു. രക്ഷാപ്രവർത്തകർക്കടക്കം എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം വഴിയാണ് രക്ഷാപ്രവർത്തകർ ഈ അട്ടമല ഭാഗത്തേക്ക് പോയത്. ഇന്ന് ആളുകളെ പൂർണ്ണമായും അവർ കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് വേഗം ക്യാമ്പുകളിലേക്ക് മടങ്ങുന്ന ഈ താൽക്കാലിക പാലത്തിലൂടെ പുഴ കടന്ന് മടങ്ങുന്ന ആ കാഴ്ച ഇന്ന് രാവിലെ കണ്ടതാണ്. അവിടെ നിന്ന് 100ഓളം പേരെയാണ് ഇന്ന് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. മുണ്ടക്കൈ മേഖലയിൽ വ്യാപകമായ രീതിയിലുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. കാരണം പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്നെല്ലാം തന്നെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. അവിടേക്ക് എത്രയും വേഗത്തിൽ യന്ത്രസഹായം എത്തിക്കണം എന്ന അഭ്യർത്ഥന കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണുമാന്തി യന്ത്രമടക്കമുള്ള ഈ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് വോൾവോ ഉൾപ്പെടെയുള്ള ആ സംവിധാനമുള്ള മണ്ണുമാന്തി യന്ത്രമടക്കം അവിടേക്ക് എത്തിക്കണം എന്നുള്ള അഭ്യർത്ഥന അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ബെയിലി പാലം യാഥാർത്ഥ്യമായാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും താൽക്കാലികമായി ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം മഴപ്പെയ്ത്ത് ശക്തമായ രീതിയിൽ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ അസംബിൾ ചെയ്യുന്ന ഈ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെയാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം. ഇപ്പോൾ നിലവിൽ അതിന് കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അത്രമാത്രം
വളരെ വേഗത്തിൽ വളരെ ആക്കം കൂടിയ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഭാഗത്തും ഈ ചൂരൽമല ഭാഗത്തും സമാനമായ രീതിയിൽ തന്നെ തെരച്ചിലെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. അവിടുത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട്. തടിയടിഞ്ഞ് കൂടിയ ആ 2 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് തടി അടിഞ്ഞ് കൂറ്റൻ തടികൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. വെള്ളാർമല സ്കൂൾ പരിസരത്താണ് ആ കാഴ്ച. ആ വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്ത് ആ തടിക്കിടയിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ പരിശോധിച്ച് നോക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉള്ള ആളുകളോ മൃതദേഹമോ കുടുങ്ങിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ തടികൾക്ക് ഇടയിൽ നിന്നാണ് ഇന്നലെ രാവിലെ മൃതദേഹങ്ങൾ പലതും കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായത്. മാത്രമല്ല ഈ താഴത്ത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം മുതൽ മുകളിലേക്ക് ആളുകൾ രക്ഷാപ്രവർത്തകർ അരികിലൂടെ നടന്നു നോക്കിയ 3 മൃതദേഹങ്ങളാണ് ആ മേഖലയിൽ നിന്ന് മാത്രം കണ്ടെടുത്തത്. കാരണം ഇവിടെ നിന്നും ഈ വെള്ളം കുതിച്ച് ഇരച്ച് പോകുന്നത് നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും അവിടെ നിന്നുമാണ് ഇത് നേരെ നിലമ്പൂർ ഭാഗത്തേക്ക് പോത്തുകൽ ഭാഗത്തേക്ക് ഒഴുകി ചാലിയാറിൻ്റെ ഭാഗമാകുന്ന പുഴയാവുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പാറയും കടന്നാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ഛിന്ന ഭിന്നമായി താഴേക്ക് പതിച്ച് അത് നേരെ ഈ പോത്തുകൽ നഗരത്തിലെ ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ വയനാട്ടിൽ പുരോഗമിക്കുന്ന